ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കൃത്യമായിട്ട് ഒരു വോയിസ് ഇട്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ സ്ഥിതിഗതികൾ എന്താണ് എന്നതിനെപ്പറ്റി ഒരു സംഗ്രഹം ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇട്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു ചാർട്ടും കൂടെ ഇട്ടിരുന്നു അല്ലേ. അപ്പോൾ ആ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ രാവിലെ ഇട്ട സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. അപ്പം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഗതികളെല്ലാം ഷോർട്ട് കവർ ചെയ്യും. ഷോർട്ടെല്ലാം ഇവർ ബുക്ക് ചെയ്ത് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഇതെല്ലാം അൺവൈൻഡ് ചെയ്തു. ഇത് നേരെ തിരിച്ചു പോകും, ഇത് മേലോട്ട് പോകും, ഇത് താഴെ പോകും, ഇതെല്ലാം താഴോട്ട് പോകും. ഇതിൻ്റെ കാര്യത്തിൽ എന്താ അനിശ്ചിതാവസ്ഥയെന്ന് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നിർത്തി. അതായത് ഇത് 22,700 ഇല്ലേ, 22,700 പോയി, 22,800 പോയി, 22,800 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പം നമ്മൾ എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻസും വെച്ച് നമുക്ക് നോക്കുമ്പം സ്ഥിരമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് ഇട്ടത്. അത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ഇന്ന് നിങ്ങൾക്ക് പറ്റിയ ഒരബദ്ധം ഞാൻ പറഞ്ഞുതരാം. എന്താ സംഭവം? അതായത് നമ്മുടെ ഈ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എപ്പോഴും ഒരു ബുള്ളിഷ് ലെവലിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. ഓക്കെ, ഈ ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരും, ഈ ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരും എന്നൊരു ടെംപ്റ്റേഷൻ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് കയറും തോറും എടുക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ നമുക്ക് ഉണ്ടാകും. അത് ഒരു തെറ്റായ ധാരണയാണ്. എനിക്കത് പണ്ടുണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് 100-150 പോയിന്റ് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഉടനെ പോയി ഏതെങ്കിലും പോയിന്റിൽ പോയി എടുക്കും. ഓക്കെ, അന്നേരം കൈ പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വീഴും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അവസാനം മാർക്കറ്റ് കയറി അതിൻ്റെ വഴിക്ക് പോകും. നമ്മൾ പിന്നെ ഉള്ളതും കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരും. ഓക്കെ, ഇത് ഇപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ്. എന്ത് ചെയ്യാൻ പറ്റും? വെയിറ്റ് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, അപ്പം നമുക്ക് ഇനിയിപ്പം ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? കറക്റ്റായിട്ടൊരു 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ്. ഓക്കെ, 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായതിന് ശേഷം മാർക്കറ്റ് ഈ ഡോട്ടഡ് ലൈനിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് ഇല്ലേ. ഇവിടെ വരച്ച് കാണിക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഡോട്ടഡ് ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് താഴോട്ടും മേലോട്ടൊക്കെ കുറേ കളിച്ച് കറക്റ്റ് നമ്മൾ വരച്ച അതേ ലൈൻ 22,671 ഒരു ശകലം പോലും മാറ്റമില്ല. ആ ലൈനിൽ തട്ടി മാർക്കറ്റ് നേരെ തിരിച്ചു വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു ലോ ഇത്രയും വലിയൊരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഇവിടുന്ന് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ സിനാരിയോ. കാരണം ഇവിടെ ഒരു കൺഫർമേഷനും ഇല്ല. ആകത്തെ 5 മിനിറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയൊരു ക്യാൻഡിൽ വീണല്ലോ. അതുകൊണ്ട് ഇത് വലിയ ശല്യമായിട്ട് മാറി. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെയെങ്കിലും ഒരെണ്ണം മേടിക്കണം. 10-15,000 രൂപ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, സമയം പോവും. മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് നിങ്ങൾ പലരും എടുത്ത് കാണും. ഓക്കെ, അത് സ്റ്റോപ്പ് ലോസ് അടിച്ചും പോയി കാണും വിചാരിക്കുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നു ഇല്ലേ. ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചേക്കുന്നത് എന്തുവാ? ഒരു ബെയറിഷ് ക്യാൻഡിലാണെങ്കിലും ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിലും ഒരു വലിയ ക്യാൻഡിൽ വേണം അതിൻ്റെ പകുതി ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഇൻവാലിഡ് ആകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സിനാരി തന്നെ ഇവിടെ സംഭവിച്ചു. ഓക്കെ, ഇതും പോട്ടെ. നമ്മൾ ഈ ആദ്യത്തെ 5 മിനിറ്റ്, രണ്ടാമത്തെ 5 മിനിറ്റ്, 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു സപ്പോർട്ട് ലെവല് ഫോം ചെയ്തു ഇല്ലേ. അതിന് ശേഷം എല്ലാവർക്കും അബദ്ധം പറ്റിയത് ഇവിടെയാണ്.
ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഒരിക്കലും കുറ്റം പറയത്തില്ല. നിങ്ങളെടുത്ത ട്രേഡ് കറക്റ്റ് തന്നെയാണ്. എന്താണ് ഇവിടെ മാർക്കറ്റ് എന്താണ് ഒരു റിജക്ഷൻ വന്നു ഇല്ലേ? ഈ പോയിന്റ് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ തന്നെ തട്ടി തിരിച്ചു വന്നു. അതേ പോയിന്റിൽ തന്നെ റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു PE എടുത്തു. നിങ്ങളെടുത്ത് കാണും. എടുത്തവരോ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. നിങ്ങളുടെ ഡിസിഷൻ കറക്റ്റാണ്. ഓക്കെ, 5 മിനിറ്റ് ക്യാൻഡിൽ 75% കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം, പ്രശ്നമല്ല. അത് നിങ്ങൾ അടുത്ത ലെവലിലോട്ട് എത്തി. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് റിജക്ഷൻ വന്നോട്ട് നിങ്ങൾ ഇവിടുന്ന് ഒരു PE എടുത്ത് വിചാരിച്ചു. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് തൊട്ട് മുകളിലായിരിക്കും ഇല്ലേ? ആണല്ലോ. കറക്റ്റ് വന്നു, മാർക്കറ്റ് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തു. അടുത്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ മാർക്കറ്റ് നേരെ മുകളോട്ട് പോയി. ഓക്കെ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു 5, 10 അല്ലെ 10 പോയിന്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഓക്കെ, SL അടിച്ചു, കലാസ്, അത് മാറി വയ്ക്കുക, അത്രേ ഉള്ളൂ. SL അടിച്ചു എന്നും നമുക്ക് SL അടിക്കാതെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. SL ഇതിൻ്റെ ഭാഗമാണ്. SL അടിച്ചു, ഇവിടെ ട്രേഡ് ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത്. SL അടിച്ചു, ഓക്കെ, ആ കാര്യം മാറി. അപ്പോൾ ഫസ്റ്റ് ഫെയിൽ, ഒന്നാമത്തെ പരാജയം. ഓക്കെ, ഇവിടെ നമുക്ക് 10 പോയിന്റ് പോയെന്ന് വിചാരിച്ചു. 10 പോയിന്റ് വിചാരിച്ചു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളിഷ് മൊമെൻറ്റം തന്നു ഇല്ലേ? കറക്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫില്ലായി. എന്താണ്? ഇതിൻ്റെ മുകളിൽ അടുത്തൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. നമുക്കിവിടെ ട്രേഡ് ഇല്ല. അടുത്തൊരു ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടി. അപ്പോൾ നമ്മൾ എന്താണ്? അടുത്ത ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കണം. അടുത്ത ക്യാൻഡിൽ എവിടെയാണ്? അടുത്ത ക്യാൻഡിൽ വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ നമുക്ക് കിട്ടി ഇല്ലേ? അപ്പോൾ റെഡ് ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം നമ്മളൊന്ന് വാച്ച് ചെയ്തപ്പോൾ എന്താണ്? മാർക്കറ്റ് കറക്റ്റായിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്തു? റീടെസ്റ്റ് ചെയ്തു ഇല്ലേ? 2-3 പേരെനിക്ക് ഈ സംഭവം സ്ക്രീൻഷോട്ട് ചെയ്യാം. സാറേ ഇത് റീടെസ്റ്റ് അല്ല. ഞാൻ പറഞ്ഞ റീടെസ്റ്റാണ്, കറക്റ്റാണ്. കണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ വെയിറ്റ് ചെയ്താലുള്ള ഗുണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ പോയി ക്യാൻഡിൽ വന്നു, റെഡ് ഫോം ചെയ്തു, പക്ഷേ ലെവലിന് താഴെ പോയില്ല. വീണ്ടും അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, റെഡ് ഫോമായി. അങ്ങനെ കറക്റ്റായിട്ട് വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്തു. ഒന്നുകിൽ ഈ റീടെസ്റ്റ് അല്ലെ ഈ റീടെസ്റ്റ്, എവിടെയെങ്കിലും എടുത്താൽ മതി. എവിടെയെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിന് താഴെ, അല്ലെങ്കിൽ ഈ ക്യാൻഡിൽ ഇതായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇല്ലേ? അതിനുശേഷം നിങ്ങൾ ഈ ക്യാൻഡിൽ തന്നെ ട്രേഡ് എടുത്ത് വിചാരിച്ചു, അല്ലെങ്കിൽ ഇവിടെ തന്നെ ട്രേഡ് എടുത്ത് വിചാരിച്ചു. നിങ്ങൾക്ക് നല്ലൊരു ക്യാൻഡിൽ ഇവിടെ കിട്ടി. ഏകദേശം ഒരു 70 ഏകദേശം ഒരു 750, ഒരു 70 പോയിന്റ് ഈ ഒറ്റ ക്യാൻഡിലെ തന്നെ കിട്ടി. ഒറ്റ ക്യാൻഡിൽ. അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക് നമ്മളുടെ ലെവൽ, നമ്മൾ വരച്ചിട്ട അതേ ലെവലിൻ്റെ ഓൾമോസ്റ്റ് എത്തി നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, അല്ലെങ്കിൽ അവിടെ നിന്ന് റിജക്ഷൻ നമ്മൾ കണ്ടു. അപ്പം ഇവിടെ വരെ ഈ ഒറ്റ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 10-30 പോയിന്റ് ഓൾറെഡി പ്രീമിയത്തിൽ കിട്ടിക്കഴിഞ്ഞു ഇല്ലേ? എടുത്തവരെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് പോയവർക്ക് ഹോൾഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്കിവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ഇല്ലേ? ഇവിടെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്തവർക്ക് ഇവിടെ 10 പോയിന്റ് ഫസ്റ്റ് നമുക്ക് ഫെയിലായി. എന്തായി? 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇല്ലേ? സെക്കൻഡ് ട്രേഡ് കറക്റ്റായിട്ട് ഇതേ സിനാരി വെച്ച് തന്നെ ഇവിടെ ട്രേഡ് എടുത്തവർക്ക് എന്ത് ചെയ്യും? മിനിമം 30 പോയിന്റ് ഞാൻ കൂട്ടുന്നുള്ളൂ. ഒരു ട്രേഡ് എടുത്ത് സക്സസ് ആയി എത്ര കിട്ടി? 30 പോയിന്റ്. 30 10 നിങ്ങളുടെ നഷ്ടം പോയാലും ബാക്കി 20 പോയിന്റ് നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് മാനേജ് ചെയ്യുന്നത്. പറയുമ്പം എളുപ്പമാണ്, ശരിയാണ്. പക്ഷെങ്കിൽ കൃത്യമായ പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല, പക്ഷേ ആ സ്റ്റോപ്പ് ലോസിനെ മാനേജ് ചെയ്യുക, ആ ടൈമിൽ തന്നെ ആ പോയിന്റിൽ തന്നെ ഇറങ്ങുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക്. ഓക്കെ, നിങ്ങളൊരു എൻട്രി കണ്ടുപിടിച്ചു, നിങ്ങൾ എൻട്രി എടുത്തു, അതുപോലെ തന്നെ നിങ്ങൾ എക്സിറ്റ് ആകാൻ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായി സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾ അവിടെ ഇറങ്ങി 10 പോയിന്റ് നഷ്ടം വന്നു. ഇവിടെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് 70 പോയിന്റ് നമുക്ക് സ്ട്രൈക്കിൽ കിട്ടിയാൽ 30 പോയിന്റ് അല്ലെ 25 പോയിന്റ് അല്ല 40 പോയിന്റ് എത്രയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മിടുക്ക് പോലെ ഇരിക്കും. ഇവിടെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം. പിന്നെ എന്ത് ചെയ്യാം? മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്. അപ്പം അടുത്തത് പല പ്രാവശ്യം മാർക്കറ്റ് ഇവിടെ വന്ന് തട്ടി ഇല്ലേ? ഇവിടുന്ന് റിജക്ഷൻ വന്നു. ഇവിടുന്ന് ഈ അടുത്ത മൂന്നാമത്തെ ട്രേഡാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടുത്തെ റിജക്ഷൻ വന്നു, നേരെ വന്നു, അവിടെ ആടിക്കളിക്കാൻ തുടങ്ങി ഇല്ലേ? ആടിക്കളിക്കാൻ തുടങ്ങിയതിന് ശേഷം പല പ്രാവശ്യം ഇവിടെ എന്ത് ചെയ്തു? റെസിസ്റ്റൻസ് എടുക്കാൻ തുടങ്ങി ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിനേക്കാൾ നല്ല താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന്. അപ്പോൾ നിങ്ങൾക്കിവിടെ റിസ്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ട്രേഡ് ചെയ്ത് പരിശീലിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു റിസ്ക് എടുക്കാൻ പറ്റും. ഒന്നുകിൽ ഈ ക്യാൻഡിൽ വേണമെങ്കിൽ നമ്മുടെ പോളിസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാൻഡിൽ ഓക്കെ 75% നോക്കുക. അല്ലെങ്കിൽ
പല പ്രാവശ്യം ഈ പോയിന്റിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഒരു ട്രേഡ്, ഒരു പി ട്രേഡ് നോക്കാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് നമുക്ക് 10 പോയിന്റ് മുകളിലോട്ട്, പ്രീമിയം 10 പോയിന്റ് മുകളിലോട്ട് വെച്ച് നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം, ഇല്ലേ? അങ്ങനെ പ്ലാൻ ചെയ്ത് ഇത് ഞാൻ ഓൾറെഡി ഇവിടെ കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ വരച്ച് കാണിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഇട്ട് ഞാൻ കാണിച്ചു ഈ സംഭവം, ഇല്ലേ? ഇതിന് ശേഷം ഈ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എടുത്തു സുന്ദരമായിട്ട് ആ 786, 22, 703 80 പോയിന്റ് ഓക്കെ നിങ്ങൾക്ക് സ്ട്രൈക്കിനകത്ത് കിട്ടി. 40 പോയിന്റ് ATM ആണെന്നുണ്ടെങ്കിൽ 40 പോയിന്റ്, പോട്ട് 30, പോട്ട് 20, പോട്ട് 10, അത്രയെങ്കിലും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് അടിച്ചാലോ, അടിച്ചോട്ടെ, നോ പ്രോബ്ലം. അപ്പം ട്രേഡ് നമ്പർ 1 ഇവിടെ, ട്രേഡ് നമ്പർ 2 ഇവിടെ, ട്രേഡ് നമ്പർ 1 ഇവിടെ, ട്രേഡ് നമ്പർ 2 ഇവിടെ, ട്രേഡ് നമ്പർ 3 ഇവിടെ. ഓക്കെ, അപ്പം 3 ട്രേഡ് കഴിഞ്ഞു. ഓക്കെ, ഇനി ട്രേഡ് നമ്പർ 1 ഇതാണ്, സ്റ്റോപ്പ് ലോസ് അടിച്ചത്. രണ്ടാമത്തെ ട്രേഡ് ഇവിടെ. ഓക്കെ, അപ്പോൾ 3 ട്രേഡ് കഴിഞ്ഞു. അതിന് ശേഷം വീണ്ടും നേരെ തിരിച്ച് താഴെ വന്നു. നമ്മളിവിടെ ഓൾറെഡി ഇത് നേരത്തെ വരച്ചിട്ടതാണ് ഈ സംഭവം, ഇല്ലേ? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളിവിടെ ഈ ഒരു പോയിന്റ് വരച്ചിട്ടാണ്. ഇതേ പോയിന്റ് തന്നെ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇവിടെ ഒരു എന്താണ് ഈ കാണുന്നത് എന്താണ്? ഒരു ബുള്ളിഷ് മർബോസ്. ഞാൻ എൻ്റെ ക്ലാസ്സിനകത്തിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്, മുകളിൽ നിന്ന് പൊട്ടി വീഴുന്ന ഒരു മാർക്കറ്റ്, താഴോട്ട് പൊട്ടി വീഴുന്ന ഒരു മാർക്കറ്റിൽ ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു മർബോസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാധ്യത വളരെ കൂടുതലായിരിക്കുമെന്ന് ഞാൻ എൻ്റെ പ്രൈസ് ആക്ഷൻ സീരീസിനകത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ മർബോസിൻ്റെ കാര്യം പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ താഴെ നിന്ന് പൊട്ടി വീഴുന്ന ഒരു മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു മർബോസ്, നല്ല സ്ട്രോങ് ഒരു മർബോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ ട്രേഡ് എടുത്തവർ ഓക്കെ, ഇതിൽ ട്രേഡ് എടുത്തവർ ഇവിടെ സാധ്യത ഒരു 50-50 ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, 50% പേര് ആൾക്കാർ എടുക്കത്തില്ല. കാരണം എന്താ, ഇവിടെ മാർക്കറ്റ് പിന്നെ അത് പോയോ ഇല്ല, ഇവിടെ മാർക്കറ്റ് ഇത്രയും വലിയൊരു ക്യാൻഡിലാണ്, ഇല്ലേ? വലിയൊരു ക്യാൻഡിലാകുമ്പോൾ ആൾക്കാർ ഒന്ന് റീട്രേസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എടുത്തവരെടുത്ത്, എടുത്തില്ലെങ്കിൽ എടുത്തില്ല. ഓക്കെ, ഇതൊരു 50-50 ചാൻസ് ട്രേഡ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നേരെ മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ഒരു വി ഷേപ്പ് റിക്കവറി കിട്ടി, ഇല്ലേ? ഇത് വന്ന പോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് കയറി. അതിനിടയിൽ ഞാൻ ഇവിടെ ഒരു പാറ്റേൺ വരച്ച് കാണിച്ചായിരുന്നു. ഇവിടെ ഒരു എന്താ പറയുന്നത്, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇങ്ങനെ പോകും എന്ന് ഞാൻ ഇങ്ങനെ വരച്ചായിരുന്നു. പക്ഷേ ഇത് അത്രത്തോളം സക്സസ് ആകുമെന്ന് വെച്ചാൽ എനിക്കിപ്പം തർക്കിക്കാനാണെങ്കിൽ വേണമെങ്കിൽ കാണിച്ചു തരാം, കാണിച്ചു തരാം. പക്ഷേ അത് ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല. അതാ ഇവിടെ നോക്ക്, ഇവിടെ ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ഇത്രയും പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ മേലോട്ട് കയറി. ഇതൊന്നും ഒരിക്കലും ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇങ്ങനെ. പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ, മാർക്കറ്റ് ഇങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു ഐഡിയ, ആ ഒരു ഫോർമേഷൻ നമുക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്നു, ഇല്ലേ? മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇങ്ങനൊരു സാധ്യത മാർക്കറ്റിലുണ്ട് എന്ന് നമുക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ല മനസ്സിലൊന്ന് നമുക്കൊരു പ്രിക്വേഷൻ എടുക്കാൻ പറ്റും. മാർക്കറ്റ് നമ്മുടെ ട്രേഡിനെതിരെ പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രിക്വേഷൻ എടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത കാര്യം ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ മാർക്കറ്റ് ഇവിടുന്ന് കയറി വന്ന് ഇവിടെ ഈ നമ്മൾ വരച്ച ലൈനിൽ കൃത്യമായിട്ട് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്തില്ലേ? അപ്പോൾ നമ്മുടെ ചിന്ത മുഴുവൻ എപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നമ്മൾ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് പതുക്കെ മുകളിലോട്ട് കയറി. കാരണം മാർക്കറ്റ് അവസാനിക്കാറാകുമ്പോൾ ഇവിടെയുള്ള കോൾ സെല്ലേഴ്സ് എന്ത് ചെയ്യും? ഇവിടുന്ന് എക്സിറ്റ് ആവും, ഇല്ലേ? കോൾ സെല്ലേഴ്സ് ഇവിടെ എക്സിറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് ഒരു ബൈങ് പ്രഷർ വരും. അങ്ങനെ മാർക്കറ്റ് അവസാനിക്കാറാകുമ്പോൾ കോളുകാരെല്ലാം ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ മാർക്കറ്റ് പതുക്കെ എന്ത് ചെയ്യും? മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഷോർട്ട് കവറിങ് ഈ കാണുന്നതാണ് ഷോർട്ട് കവറിങ്. എങ്ങനെയാണ് ഈ ഷോർട്ട് കവറിങ് ഉണ്ടായത്? ഈ ഷോർട്ട് കവറിങ് ഉണ്ടായത് എങ്ങനെയാണ്? ഇവിടെ കോള്, അല്ലെങ്കിൽ നിങ്ങൾ പുട്ട് വാങ്ങിച്ചു വെച്ചവരെല്ലാം, നിങ്ങൾ പുട്ട് ബൈ ചെയ്തവർ, ഓക്കെ, ഇവിടെ ഈ പോയിന്റിൽ പുട്ട് ബൈ ചെയ്തവർ അല്ലെങ്കിൽ കോള് സെല്ല് ചെയ്തവർ, ഒക്കെ ഈ രണ്ട് കൂട്ടരും ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് അവസാനിക്കാറാകുമ്പോൾ അവരുടെ പൊസിഷൻ ക്ലിയർ ചെയ്യണം, ഇല്ലേ? ഇൻട്രാഡേക്കാരാണെങ്കിൽ അവരുടെ പൊസിഷൻ 15-20 മിനിറ്റിന് മുന്നേ അവർക്ക് ക്ലിയർ ചെയ്യണം, ഇല്ലെങ്കിൽ അവർക്ക് ഫൈൻ വരും. അപ്പം പുട്ട് ബൈ ചെയ്തവരാണെങ്കിലും ഇൻട്രാഡേയിലാണെങ്കിൽ അവർക്ക് ഒരിക്കലും പൊസിഷൻ ഹോൾഡ് ചെയ്യത്തില്ല. ഓക്കെ, അവർ അപ്പോൾ എക്സിറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ പുട്ട് ഇവിടെ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ബൈങ് പ്രഷർ വരും, മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് പോകും. ഇവിടെ കോൾ സെല്ല് ചെയ്തവരും ഇവിടെ ഷോർട്ട് അവർ ക്ലിയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കോൾ സെല്ല് ചെയ്ത് എക്സിറ്റ് ആകുമ്പോൾ ഇവിടെ കോൾ ബൈ ആ വരുന്നത്, ഇല്ലേ? കോൾ സെല്ലിൽ എക്സിറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോൾ ബൈ വരും. ആ ബൈ ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? പതുക്കെ മുകളിലോട്ട് പോകും. ഇതാണ് ഇവിടെ
സംഭവിച്ചത്. ഓക്കെ, ഇതാണ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം. മനസ്സിലായി ഞാൻ പറഞ്ഞേ? അപ്പം ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള സിനാരിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും അമിത ആത്മവിശ്വാസം വെച്ചുകൊണ്ടിരിക്കില്ലേ. അതായത് ഇപ്പം വീഴും, ഇപ്പം പൊട്ടും, ചിലപ്പോൾ പൊട്ടുമായിരിക്കും, അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഇട്ടുവേണം നമ്മളതിനെ മാനേജ് ചെയ്യാൻ. മാർക്കറ്റ് ഇതിനെ ഇങ്ങോട്ട് പൊട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഹൈ നമ്മൾ എന്ത് ചെയ്യണം? എസ് എൽ ഇട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ ട്രേഡ് നമുക്ക് എടുക്കാൻ. എസ് എൽ അടിക്കുന്നെങ്കിൽ അടിച്ചോട്ടെ, നോ പ്രോബ്ലം, ഇല്ലേ? ഇവിടെ ഇപ്പോൾ നമുക്ക് 4 ഓപ്പർച്യൂണിറ്റി, 1 കിട്ടി, ഇവിടെ 2 കിട്ടി, 3 കിട്ടി, ഇത് 4ാമത്തെ ഓപ്പർച്യൂണിറ്റി. ഇവിടെ 4ാമത്തെ ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, 50-50 ചാൻസേ ഉള്ളൂ. ഇവിടെ 5ാമത്തെ ഓപ്പർച്യൂണിറ്റി. ഏതെങ്കിലും ഈ 5 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 കിട്ടത്തില്ലേ? നോക്കിയിരുന്നു. അപ്പോൾ ഇതാണ് കാത്തിരുന്നാലുള്ള ഗുണം ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ കാത്തിരുന്ന് ഒരു ട്രേഡ് കിട്ടിയില്ലേ? ഇവിടെ നല്ല വൃത്തിയായിട്ടുള്ള ട്രേഡ് കിട്ടിയില്ലേ? അപ്പം എന്ന് പറഞ്ഞ പോലാണ് നമ്മളപ്പം കാത്തിരുന്ന് മാത്രം ട്രേഡിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നാളെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഒന്ന് പറഞ്ഞേക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് 1000 പോയിൻ്റ് എന്ത് ചെയ്തു? റാലി നടത്തി. 1000 പോയിൻ്റ് റാലി ചെയ്ത് നമ്മൾ വരച്ച ലെവലൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു, ഇല്ലേ? നമ്മളെവിടെയാണ് വരച്ചത്? ഇതാ നോക്ക്, നമ്മൾ ഇവിടെയാണ് വരച്ചത്, ഇല്ലേ? ഞാൻ പറഞ്ഞ ഈ ബോക്സ് ബ്രേക്കൗട്ട് നടത്തി മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലൈനിൻ്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞ് കറക്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തു, ഇല്ലേ? നമ്മുടെ ലൈനും ഒന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് നിഫ്റ്റി വീണ പോലെ ഒന്നും ഇത് വീണില്ല, ഇല്ലേ? നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് മാർക്കറ്റ് മോളോട്ട് പോയി ഈ കാണുന്നത് നമ്മൾ അവിടെ കണ്ടൊരു സെല്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ന്യായമായിട്ട് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ന്യായമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അടുത്ത ടാർഗറ്റ് നമുക്ക് 49,713 അടുത്ത ടാർഗറ്റ്. ഓക്കെ, ഇവിടെ വരുന്നറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് ഈ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ ഒരു ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 713 ഇപ്പം 383 മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ലെവൽ നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ബാങ്ക് നിഫ്റ്റി ഒന്നും കാണാനില്ല. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഓക്കെ, ഈ ഒരു പോയിന്റിനെ നമുക്ക് ഈ ഒരു പോയിന്റ് 49,121 ഈ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഹൈയും മാർക്ക് ചെയ്ത് വെക്കാം. ഈ 2 സംഭവം, ഓക്കെ, ഈ 2 സംഭവം മാർക്ക് ചെയ്ത് വെക്കാം. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് 49,713 ആയിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റ്. അല്ല, ഗ്യാപ്പപ്പ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നത് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് ഇതിന് 405 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എങ്ങോട്ട്, ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുമോ അല്ല ഇത് ബ്രേക്ക് ചെയ്യുമോ എന്ന് നമ്മൾ നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. നമ്മൾ അന്നേരത്തെ സിനാരിയോ, അതായത് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ല, ഇത് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക. അതിന് ആ സിനാരിക്ക് അനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. പിന്നെ 50,646 അത് വലിയ റേഞ്ച് അല്ലേ? അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു റേഞ്ച് വേണം. അതിനകത്ത് നമുക്കൊരു റേഞ്ച് നോക്കാനുള്ളത് ഇത് അതിനകത്തുള്ള ഒരു വേറെ റേഞ്ച് എന്ന് പറയാനുള്ളത് അതിനകത്തുള്ള വേറെ റേഞ്ച് എന്ന് പറയാനുള്ളത് ഇതാണ് ഒരു റേഞ്ച്. ഓക്കെ, അപ്പോൾ അടുത്തൊരു റേഞ്ച് ഇതാണ്, അതിനുശേഷമുള്ള റേഞ്ച് ഇതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് നിഫ്റ്റി ഉള്ള ലെവലുകൾ. ഇത് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത മിഡ് ക്യാപ്പ് പെട്ടെന്ന് പറഞ്ഞു പോവുക. അടുത്ത മിഡ് ക്യാപ്പ് ഒരു ഭയങ്കര ബുള്ളിഷ് സംഭവം സെറ്റപ്പ് നമുക്ക് കിട്ടിയില്ലേ? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് പറന്ന് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഓക്കെ, 11,094 156. ഓക്കെ, ഇതിനകത്ത് 182 182 100 പോയിൻറ്റിൻ്റെ ഇതുണ്ട്. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്, ഇതിങ്ങനെ നിന്നോട്ടെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതിനുശേഷം മാത്രം
ട്രേഡ് എടുക്കുക. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് തിരിച്ച് പോകുന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഇത് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ അങ്ങനെ നോക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് മിഡ് ക്യാപ്പിൻ്റെ ലെവൽ. നിങ്ങൾക്ക് നോക്കി ചെയ്യുക. ജസ്റ്റ് ഒന്ന് വരച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം നിഫ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലോട്ട് ഇനി വരാം. നിഫ്റ്റി നമുക്ക് നാളെ ഇനി എന്താ നിഫ്റ്റി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് സംഭവം ഇവിടെ കാണാം, ഇല്ലേ? ട്രെൻഡ് സംഭവം ഇവിടെ കാണാം, കണ്ടോ? ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈന് ഇതൊന്ന് ശരിയാണോ നമുക്കൊന്ന് പരിശോധിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. എങ്ങോട്ട് എവിടെയെങ്കിലും മുട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം ഈ സാധനം. ഓക്കെ, ഇതിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് നോക്കാം ഇവിടെ വല്ലതും ആണോ? അല്ല, ഇത് കൊള്ളാം. അടുത്ത പോയിന്റ് കണ്ടോ? കറക്റ്റാണ്. നമ്മൾ ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയതാണ് എന്തെങ്കിലും സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി. നോക്കിക്കേ, ഇതൊരു സപ്പോർട്ട് ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോയി, ഇവിടെ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തു. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നിങ്ങൾ വരച്ചിട്ടേക്ക്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ ഒരു ട്രെൻഡ് നിങ്ങൾ വരച്ചിട്ടേര്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ഇതാണെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് ഒരു ഉപകാരം ചെയ്യുന്ന സംഭവമാണ്. ഇതിങ്ങനെ കിടക്കട്ടെ. ഓക്കെ, ഈ ഒരു ട്രെൻഡ്. ഓക്കെ, ഈ ട്രെൻഡ് കണ്ടോ? ഈ ട്രെൻഡ് നമ്മുടെ ഡേ ട്രെൻഡിൻ്റെ താഴത്തെ ലൈനായത്. ഡേ ട്രെൻഡിൻ്റെ താഴത്തെ ലൈനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഈ ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ചിട്ടേക്കുക. ഈ ട്രെൻഡ് ലൈൻ നോക്കുക. ഇനി നാളത്തെ കടമ്പ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കൊരു സംഭവം കിട്ടി ഇല്ലേ? നാളത്തെ കടമ്പ എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, ഈ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ അടുത്ത ടാർഗറ്റ് 22,982 ആണ്. അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് വേണം ചെന്ന് കറക്റ്റ് ചെയ്യാം. ഇതാ ഇങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇതില്ലല്ലോ. അപ്പം ഇതിനകത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 22,834 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 834 കുറച്ച് താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ റേഞ്ചിലാണ്, എന്നിട്ട് നടുക്കാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു? ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് ഇത് സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇല്ല, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴോട്ട് നോക്കുക. ഓക്കെ, ഈ രണ്ട് സംഭവമാണ് പ്രധാനമായിട്ട് നമുക്കുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഒരു മാറ്റങ്ങളും നിങ്ങൾ വരുത്തണ്ട. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇവനെ നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് വേണ്ട, ഈ ലൈൻ വേണ്ട. ഓക്കെ, നമുക്ക് ഇവനെ ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അടുത്തത് ഇവനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവനെ കറക്റ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഏകദേശം ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്തതോ? ബാക്കി നമുക്ക് ഇവനെ വേണ്ട, ഈ ബ്ലൂ ലൈൻ വേണ്ട, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി കറക്റ്റ് ചെയ്യാം. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന്. ഓക്കെ, 2, ഇവിടുന്ന് ഇങ്ങോട്ട്, അടുത്തത് 3. അറിയാൻ പറ്റത്തില്ല. ആളെ പൊട്ടലോ എല്ലാം വന്നാലോ, രാത്രി ട്രംപെണ്ണം വല്ല വായ്ത്തരം വല്ലതും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ കിടന്നോട്ട്. മുകളിലോട്ട് നമുക്കുള്ളത് ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഇവിടെ റെസിസ്റ്റൻസ് ഒത്തിരി ഉണ്ട്, ധാരാളം ഉണ്ട്. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്കിനി ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ നമ്മുടെ ഈ ഡേ ട്രെൻഡ് ലൈനിൻ്റെ താഴത്തെ ബോട്ടം ലൈനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കണം. അപ്പോൾ 23,000 അങ്ങനെ കിടന്നോട്ടെ. 23,000 മുകളിൽ നമുക്കൊരു വര വരയ്ക്കണം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 23,000 മുകളിൽ ഒരു വര വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സാധനം. പിന്നെ ലൈൻ കിടക്കുകയല്ലേ, ഇതാണ് ഒരു മേജർ ലൈൻ. ഈ ഒറ്റ ലൈൻ കൂടെ മതി, ഈ ഒരൊറ്റ ലൈൻ.
എന്തുകൊണ്ടാണ് ഞാൻ ഈ ലൈൻ വരച്ചത്? ഇത് കണ്ടോ, 1, 2, 3, 4 പല പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് ഓൾമോസ്റ്റ്, ഇവിടെ റെസിസ്റ്റൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈൻ പ്രിഫർ ചെയ്ത് 23,224. അടുത്ത ടാർഗറ്റ് 23,224 ആയിരിക്കും. ഇതിൻ്റെ ഇടത്താവളം ഉണ്ട് 22,982 ഇല്ലേ? 952, 324. അതിപ്പോൾ ഇച്ചിരി വലിയതായിപ്പോയി. അപ്പോൾ ഇതിന് ഇടയ്ക്ക് നമുക്ക് ഒരു ഇടത്താവളം കൂടെ വരയ്ക്കാം. ഒരു ഇടത്താവളം എന്ന് പറയാൻ ഇതിനകത്ത് നോക്കാനുള്ളത്, ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഓക്കെ, ഇതാണ് ഇടത്താവളം. ഇതാ നോക്കിക്കേ, 1, 2, 3, 4, 5, 6 പല ഇടത്താവളമുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇത്രയും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നാളത്തേക്ക് നമുക്ക് ഉള്ളത്. 5 മിനിറ്റിൻ്റെ കാൻഡിലോട്ട് മാറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മുകളിലോട്ടുള്ള ലൈനുകൾ. ഇത് വേണ്ടതെന്ന് വരച്ചിട്ടേക്കാം ഇങ്ങോട്ട്. ഇത് പോയാൽ അടുത്തത് ഇത്. ഓക്കെ, ഇത്രയാണ് മുകളിലോട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്തിടുക. മാർക്ക് ചെയ്തിട്ട് ശരിക്കും പഠിച്ചിട്ട് മാത്രം ചെയ്യുക, അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു. ഇന്ന് നമ്മുടെ പോളിൽ ഇപ്പോൾ നിലവിൽ എത്രയായി? 112 പേര്. 112ഉം 6, 160 പേര് ട്രേഡ് ചെയ്തതിൽ 112 പേര് പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 160 പേര് ട്രേഡ് ചെയ്തതിൽ 112 പേരും പ്രോഫിറ്റിലാണ്. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും പഠിക്കുക. ഓക്കെ.